നമസ്കാരം. അവൻഗാർഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് മുതൽ പല കാര്യങ്ങളിലും ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മികച്ച ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കപ്പെടുന്നു എന്ന് വളരെ വലിയൊരു കാര്യമാണ്. ഇന്ന് അവൻഗാർഡിൽ നമ്മൾ സ്ക്രീൻ ചെയ്യാൻ പോകുന്ന ഷോർട്ട് ഫിലിം ഏതാണെന്നറിയാം. അതിനു മുന്നേ ഞാൻ നമ്മുടെ ജൂറി പാനലിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. കം. നമസ്കാരം സാർ, അവൻഗാർഡിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്ക്രീൻ ചെയ്യാൻ പോകുന്ന ഷോർട്ട് ഫിലിം ഹെറോൾഡ് ആൻ്റണി പോൾസൺ സംവിധാനം ചെയ്ത മൊട്ട. വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു നെയിമാണ്. ഒരു ഹെറോൾഡിനെ കൂടെ ഡിസ്കഷനിലോട്ട് വിളിക്കാം. ഹെറോൾഡ് ആൻ്റണിയുടെ ഫിലിം കാണുന്നതിന് മുമ്പ് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് മൊട്ട എന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മൊട്ട ഉണ്ടാക്കി എന്നോ? കുട്ടികളോട് കുറേ കൂടുതൽ പെരുമാറുന്ന ഒരാളാണ്. കുട്ടികൾക്ക് അങ്ങനെ അപ്പോൾ അവരായിട്ട് കുറേ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ഒപ്പം കുറേ ടൈം ചിലവഴിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് നിന്ന് മാറി നമ്മൾ കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞിട്ട് കുട്ടികളോട് ഒപ്പം നിൽക്കുമ്പോൾ അത് നമുക്കൊരു വേറെ ഫീൽ ആയിരിക്കും. നമ്മൾ ആ ചെറുപ്പത്തിലെ ക്യൂരിയോസിറ്റി, ആ ഒരു എന്തൂസിയാസം, അതൊരു നിഷ്കളങ്കത, നമ്മൾ കൂട്ടുകാരന് വേണ്ടി എന്ത് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ അല്ലെ നമ്മുടെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് നോക്കാനില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രായം. അപ്പോൾ ആ കുട്ടികളെക്കുറിച്ച് എനിക്കൊരു കഥ പറയുന്നുണ്ടായിരുന്നു. അതായത് കുട്ടികളുടെ ഒപ്പം ഇരിക്കണ പോലെ തോന്നിക്കുന്ന രീതിയിൽ എനിക്ക് കഥ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൊട്ട ഉള്ളത്. വിജയിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. അങ്ങനെയാണ് വിശ്വാസം. നമുക്ക് കണ്ടു അല്ലേ?
ആരാടുത്തെറിഞ്ഞ? ആരാണ്? ഞാനാ. സോറി പറയടാ അവനോട്. ഞാൻ പറഞ്ഞില്ലെങ്കിലോ? നിനക്ക് നിനക്ക് ആദ്യം അവനെ തല്ലേ. നീ കൈതേട്ട്. ഇവൻ അക്ഷയനെ കളിയാക്കിയതുകൊണ്ട് ഇവൻ അടിച്ചേ. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തല്ല് കൂടരുതെന്ന്. പ്ലേസിൽ പോയിരിക്കേ. ഇങ്ങോട്ട് വാ. നീ ഇത്ര നേരമായിട്ടും പോയില്ലേ? അക്ഷയ്ക്ക് ഇനി മുടി വരുമോ? അക്ഷയുടെ അസുഖം മാറുമ്പോൾ മുടി വരും. ടീച്ചർ പറഞ്ഞു നിനക്ക് മുടി വരുന്നു. അത് ടീച്ചർ വെറുതെ പറഞ്ഞായിരിക്കും. ടീച്ചർ വെറുതെ ഒന്നും പറഞ്ഞിട്ടല്ല, എനിക്ക് മുടി വരും. ഹായ്, ഇതാർക്കത്? അക്ഷയ്ക്ക് വേണ്ടി മേടിച്ചത്, അവന്റെ ബർത്ത്ഡേ നാളെ. കാർഡ് മാത്രമേ ഉള്ളൂ, ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലേ? ഗിഫ്റ്റ് മനു എവിടെ പോയി? എനിക്കറിയില്ല. Listen students, today we are studying about different continents. How many continents are there? 7 continents. In which continent we live? Asia continent. Come in. എന്തെത്ര വൈകിയത്? ഓട്ടോറിക്ഷ നേരം വൈകി. Go to your place. We are studying about different continents today. So we live in a continent called Asia continent. And there are other 6 continents in the world. Which are they? ഹാപ്പി ബർത്ത്ഡേ. കുട്ടികൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കുട്ടികളുടെ ഇത്തിരി കൂടി വലിയൊരു കുട്ടിയുടെ പടം. ഞങ്ങളെല്ലാവരും ഹെറോൾഡ് ആൻ്റണി പോൾസൺ സംവിധാനം ചെയ്ത മൊട്ട എന്ന ഷോർട്ട് ഫിലിം കണ്ടുവന്നിരിക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ റിവ്യൂ അറിയാം.
അവരോട് പറഞ്ഞ പോലെ തന്നെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള വളരെ ഒരു കുട്ടിക്കഥ വായിക്കുന്നത് പോലെ ഒട്ടും ദുരൂഹതകളോ അർത്ഥതലങ്ങളോ ഒന്നും പറയാനില്ലാതെ വളരെ സ്ട്രെയിറ്റായിട്ട് പറയുന്ന ഒരു കഥ. നന്മയുടെ അംശമുണ്ട്. ആ ഒരു നിലയിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കുട്ടികളുടെ ഇത്തിരി കൂടി വലിയൊരു കുട്ടിയുടെ പടം എന്നാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു അർത്ഥതലങ്ങളൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ എന്താ കുട്ടികളുടെ അസുഖം മാത്രമല്ല, ക്യാൻസർ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന് പല പ്രത്യേകിച്ച് ഈ മരണം തൊട്ടടുത്ത് നിൽക്കുന്നു, പ്രത്യേകിച്ച് നിഷ്കളങ്കതയുടെ ഒപ്പം ആകുമ്പോഴേക്കും അത് ഭയങ്കര ക്രൂരവും നമ്മളെ വല്ലാതെ ഹൗണ്ട് ചെയ്യുന്നതുമാണ്. ഇത് പക്ഷേ അങ്ങനെയുള്ള ആ തലത്തിലേക്കൊന്നും പോവാതെ ഒരു കൊച്ചു സ്നേഹത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെയും കുട്ടികൾ തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെയും ഇതിൻ്റെ അകത്ത് ആ ഫിലിം ഇതിൻ്റെ ആ ഒരു തലത്തിൽ നിന്നിട്ട് അത് നീറ്റാണ്, വൃത്തിയുണ്ട്. അത്രയും എനിക്ക് അതിനെപ്പറ്റി പറയാം. എനിക്ക് ഈ കുട്ടികൾ തമ്മിൽ സ്നേഹബന്ധം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മറ്റേ വലിയ കുട്ടീനെ ആ ക്ലാസ്സിലെ കുട്ടിയല്ലേ അങ്ങനെയും ചിന്തിച്ചൂടെ. കാരണം നമ്മൾ ചില സമയത്ത് എനിക്ക് തോന്നുന്നു കുട്ടികൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കളിയാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കുട്ടികളെ മുഴുവൻ സ്നേഹത്തിൻ്റെ അവരങ്ങനെ ആത്മാർത്ഥതയിലും എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ എല്ലാ ക്ലാസ്സിലുമുള്ള ബുള്ളീസും ഇപ്പോൾ ഇതിൽ തന്നെ മുട്ടയുടെ പടം വരച്ചിട്ട് ഏരോ എറിയുന്ന പയ്യനൊക്കെ കുട്ടി തന്നെയല്ലേ. നമ്മൾ കാരണം നേരത്തെ ഹാരോൾഡ് പറഞ്ഞനുസരിച്ച് കുട്ടിത്തം എന്ന നന്മയുടെ പൂക്കാലം വലുതാവുന്നതോടുകൂടി നന്മയൊക്കെ പോകുന്നു. അപ്പോൾ ആ ഒരു കുട്ടിത്തത്തിനോട് അടുത്ത് നിൽക്കുന്ന എന്നൊക്കെ പറഞ്ഞുവല്ലോ. പക്ഷേ ഇതിൽ ഹാരോൾഡ് തന്നെ വളരെ കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു തടിയനെയും കാണിച്ചിട്ടുണ്ട്. അല്ല ഞാനത് അതായത് നമ്മളിപ്പോൾ ആ കുട്ടിയെ അവർ നമ്മൾ തല്ലുകൂടുന്നു. പക്ഷെ നമ്മുടെ ഒരു ഇതിൽ നമ്മളിപ്പോൾ തല്ലുകൂടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിലൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ചിലപ്പം വേണ്ടിയൊന്നും വരില്ല, ഒരു ഇതുണ്ടാവില്ല. പക്ഷേ അതേ തടീനെ പിന്നെ നമ്മളിവിടെ കാണുമ്പോൾ ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് കൈയടിച്ച് പാട്ട് പാടുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് അതൊരു അവൻ്റെ ആ ഒരു സമയത്ത് അവനൊന്ന് കളിയാക്കണം. അതായത് ഈ കുട്ടിക്ക് ക്യാൻസർ ഉണ്ടെന്നോ അവന് നോക്കുമ്പോൾ തലയിൽ മുടിയില്ല. അപ്പോൾ ജസ്റ്റ് അവനപ്പോൾ തോന്നിയ ഒരു കളിയാക്കൽ അവൻ കളിയാക്കുന്നു. അത് പക്ഷേ നീണ്ടു പോകുന്നൊന്നല്ല, അതൊരു കുറച്ച് നേരത്തേക്ക് മാത്രം അവൻ്റെ ഒരു കുറുമ്പായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. പക്ഷെ അതും ഒരു വലിയ എന്താ പറയുക, നമ്മൾ ഒരു അതിർത്തി തക്കം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ഉണ്ടാകുമ്പോഴുള്ള ആ തല്ലും തമ്മിൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ചിന്തയുടെ അംശം അതിൽ കൊടുക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അതിർത്തി തർക്കമൊന്നും കുട്ടിക്ക് വേണ്ടി വരുന്നില്ല എന്നതാണ് കുട്ടിക്കാലത്തിൻ്റെ ഒരു ഗുണം. അവൻ അതിർത്തി തർക്കം ഉണ്ടാവട്ടെ, അപ്പോൾ അവൻ എങ്ങനെ തിരിച്ച് അടിക്കുമെന്നുള്ളത് കാണാം. അല്ല, എനിക്ക് തോന്നിയൊരു അനാവശ്യമായ ഗ്ലോറിഫിക്കേഷൻ നമ്മൾ ഈ കുട്ടിക്കാലത്തിന് കൊടുക്കുകയും മുതിർന്നവരൊക്കെ തിന്മയിലേക്ക് വീണവർ എന്ന് പറയുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതല്ല ആ ഒരു ഇത് ഞാനൊരു വെറുതെ ഒരു ഏരിയയിൽ പറഞ്ഞു എന്ന് മാത്രം. മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇത് സ്റ്റുഡൻറ്റ് ഫിലിമാണോ? അതെ, ഡിപ്ലോമ ഫിലിം. അല്ല, ഒരു സ്റ്റുഡൻറ്റ് ഫിലിമാണെങ്കിൽ അതിൻ്റെ കൺസിഡറേഷൻസിൽ വിടാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് മുട്ടയടിച്ചതുപോലെയൊന്നും നമുക്ക് ആ കുട്ടിയെ കാണുമ്പോൾ തോന്നുകയില്ല. അവൻ തലേദിവസം വീട്ടുകാരൊന്നിച്ച് പഴനി പോയി ഹാപ്പിലി മുട്ടയടിച്ച് വന്നൊരു കുട്ടിയായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഏത് ഈ പളനി പോയി മുട്ടടിച്ച് വരുന്നതും അല്ലെങ്കിൽ വേളാങ്കണ്ണി പോയിട്ട് മുട്ടടിച്ച് വരുന്നതും ക്യാൻസർ വന്നിട്ട് തല മുട്ടയടിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന്. ഉറപ്പായിട്ടും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എങ്ങനെയാണ് സ്ക്രീനിൽ കൊണ്ടുവരിക എന്നത് ഒരുപക്ഷെ ഇനിയുള്ള എക്സ്പീരിയൻസിൽ ഹാരോൾഡ് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ടാവും. അങ്ങനത്തെ ചില കാര്യങ്ങളാണ് എനിക്കതിൽ തോന്നിയത്. അതൊരു മേക്കപ്പിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ തന്നെയാണ്. അത് ഒരു വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒട്ടും കെയർ അത് ആക്ടർ വർക്ക് ചെയ്യുന്നതിലും പോയിട്ടില്ല. ആക്ടർ വളരെ പ്രസന്നവദനായ ഒരു ക്യാൻസർ രോഗിയാണ്. അപ്പോൾ അവിടെയൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമായിരുന്നു എന്നൊക്കെ എന്താ പിന്നെ എനിക്കും ഈ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ പെയിനൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഷിബുച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ, ജെയിൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒന്നിനെ പഴനി പോയിട്ട് മുട്ട അടിച്ചു വന്നു. പിന്നെ മൊത്തത്തിൽ ആ മുട്ട അടിച്ചു എന്നുള്ളത് അവൻ്റെ വേറൊരു രോഗമൊന്നുമില്ല. അവൻ പ്ലസൻ്റാണ്, ഭയങ്കര എനർജറ്റിക് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഏരിയ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞൊരു സാധനം ഇതിലുണ്ട് കേട്ടോ. മൊത്തത്തിൽ
നിങ്ങളെ കുട്ടികളായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളോടുള്ള ഒരു സ്നേഹം സിനിമയിൽ കാണാനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബുള്ളിങ് ചെയ്യുന്ന തടിയനെ. ഭയങ്കര ഷാർപ്പാവൻ, എസ്പെഷ്യലി അവൻ വരക്കുന്നതും വരച്ചതിന് ശേഷം അവൻ റോക്കറ്റ് ഉണ്ടാക്കിയതിന് ശേഷം 2 പ്രാവശ്യം ചിരിക്കുന്നുണ്ട്, ചിരിച്ചിട്ട് അവൻ എറിയുന്നത്. അതൊക്കെ ലൈക്ക് ആ ഏരിയയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ ആകെ മൊത്തത്തിൽ നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോൾ ഞാൻ ഇതിനു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ സിനിമ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊരു സ്റ്റുഡൻറ്റ് ഫിലിമിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കാനോ അല്ലെങ്കിൽ ഒരു എക്സെപ്റ്റഡായിട്ടൊന്നും ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഒരു ഷോർട്ടും ക്യൂട്ടായിട്ടുള്ളൊരു സിനിമ. എനിക്ക് പൊതുവെ ഉറപ്പായിട്ടും ഞാൻ എൻജോയ് ചെയ്തു ആ ഒരു സിനിമയുടെ. പ്രത്യേകിച്ചും എഡിറ്റിംഗ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. ആ ഫൈറ്റ് ഏരിയയിലൊക്കെ ലൈവായിട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു. അവരോടൊന്ന് മൂവി തോളം പറഞ്ഞിട്ട് അല്ല അവരെ കൊണ്ട് കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ തല്ലു പിടിച്ച് തുടങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്പാർക്ക് കിട്ടിയാൽ മതി, പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതായത് ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊടുത്തു, പിന്നെ അങ്ങോട്ട് ഒരു ഭയങ്കര. അപ്പോൾ അത് ചെയ്യാനായിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു. കാരണം ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഫാറ്റായിട്ടുള്ളൊരു കുട്ടിയും ഒരാളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ കുട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടിയും അവന് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ഇടി പിടിക്കുമ്പോൾ. അല്ല അതിൻ്റെ ഇടയ്ക്ക് അവൻ ദേഷ്യം വന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്താ പറയുക ആ സമയത്തൊരു ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ശരിക്കും ടെൻഷനായിരുന്നു, വല്ലതും പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ. അതായത് ഇവർ തമ്മിൽ കളി കയ്യിൽ പോണ പോലെയായിരുന്നു ഓരോ ഇതെടുക്കുന്നത്. സീക്വൻസ് ഒക്കെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ രസമുണ്ട്. പിന്നെ സാറ് ആ ഒരു ക്യാൻസറിൻ്റെ സംഭവം ഞാനിപ്പോൾ ക്യാൻസർ ഇന്ന ഇതിലേക്ക് ഞാനത് ഊന്നിയിട്ടുണ്ടായില്ല. അതായത് ക്യാൻസർ ഇത് കുട്ടിയുടെ ക്യാൻസർ ആ ഒരു വിഷമത്തിലല്ലായിരുന്നു ഞാൻ കുറച്ചുകൂടെ ഇത് കൊടുത്തിരുന്നത്. അവരുടെ തമ്മിലുള്ള ആ ബന്ധത്തിലായിരുന്നു. അല്ല അവർക്ക് കാരണം നമുക്കതൊരു ചെറിയ തെറ്റിദ്ധാരണ ഇടയ്ക്ക് വരുന്നൊരു പ്രശ്നമാണ്. അതായത് നമ്മൾ പലതിലും അത് സാധാരണമാണ്, അതുകൊണ്ട് ഞാനതിൽ ഊന്നൽ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിലാണ് ഊന്നുന്നത്? ഇപ്പോൾ വെറുതെ ഒരാൾ മുട്ടയടിച്ച് വന്നതുകൊണ്ട് എന്താണ് അതിൽ സഹതപിക്കാനുള്ളത്? ഇപ്പോൾ ഈ കൂട്ടുകാരന് മറ്റൊരാളോട് സഹതപിച്ചിട്ട് മുട്ടയടിച്ചാലല്ലേ അതിൽ രസമുള്ളൂ. സഹതപിക്കാന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ അല്ല നമ്മുടെ ഒരു കുട്ടികൾ വലുതായി കഴിയുമ്പോൾ നമ്മുടെ പ്രായത്തെ നോക്കുമ്പോൾ മുട്ടയടിക്കാൻ ഒരു അസുഖം വരുമ്പോൾ അതിനോടൊരു സഹതാപം ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കൂട്ടൻ്റെ ചെറിയൊരു വിഷമമുള്ളൂ, അതായത് മുടിയില്ല എന്നുള്ളൊരു വിഷമം. ആ ഒരു വിഷമത്തിനോടാണ് ഇവനെ ഒരു ഇത് കൊള്ളുന്നത്. അതായത് അവൻ്റെ രോഗത്തിനോടല്ല ഇവനൊരു ഇത് തോന്നുന്നത്. അവന് മുടിയില്ല, അതുകൊണ്ട് അവന് എല്ലാവരും ഒന്ന് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവൻ ഗിഫ്റ്റായിട്ട് ഇവൻ തലമുട്ടടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ രോഗത്തിന് കുട്ടികളുടെ ഇടയിൽ ഇന്ന രോഗം എന്ന് പറയുന്നത് അവന് ക്യാൻസർ എന്താണെന്ന് അറിയണമെന്ന് കൂടിയില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലെവലിൽ അതൊരു കുറച്ച് കൂടിയ ഇനം സഹതാപമാണ്. കാരണം ഒരാൾ മുടി ഇപ്പോൾ ഇയാൾ സ്പൈക്ക് ചെയ്ത് വരുമ്പോൾ മറ്റുള്ളവർ കളിയാക്കുന്നു, അപ്പോൾ അയാൾക്ക് സപ്പോർട്ട് ഞാനും സ്പൈക്ക് എന്നൊക്കെ അല്ല സ്പൈക്ക് ചെയ്യുന്നതും മുട്ടടിക്കുന്നതും അല്ല മുടിയില്ലാത്ത അവസ്ഥയും തമ്മിൽ അത് ഒരാളുടെ യുണീക്ക്നെസ്സിനോട് ഞാൻ എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് അതാണോ കുട്ടിത്തം? അത് അയാൾ തലമുട്ടടിച്ചു എന്നത് മാത്രമേ ഉള്ളൂ, അതിൽ വേദനിക്കാനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ടിൻ്റെ മീതെ ഒരു കഥയുണ്ടോ? പിന്നെ ടീച്ചറിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നതിനൊന്നും കഥയില്ല. അത് സ്ട്രെസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഫിലിമിൽ ടീച്ചറിൻ്റെ അടുത്ത് അവന് വന്നോളും, എന്നിട്ട് അവൻ അത് ക്യാരി ചെയ്തിട്ട് ഈ കുട്ടിയുടെ അടുത്ത് വന്ന് പറയുന്നു മുടി വരും എന്ന് പറയുമ്പോൾ നമ്മളവിടെ അറിയാതെ തന്നെ സ്ട്രെസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ട് സ്ട്രെസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ധരിച്ചത്. അല്ല സ്ട്രെസ് അതായത് നമ്മൾ ആ കുട്ടിയുടെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു ഒരു മുട്ടയടിച്ചു അവന് മുടി വരുന്നില്ല, അപ്പോൾ അവൻ്റെ ഒരു വിഷമം, ആ മുടിയില്ലാത്തതാണ് അവൻ്റെ വിഷമം. പക്ഷെ നമ്മൾ തേർഡ് മാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവന് അസുഖമായിരിക്കാം നമുക്ക് തോന്നുന്നത്, അവനോട് തോന്നുന്ന സിമ്പതി അസുഖമായിരിക്കാം. പക്ഷെ അവിടെ ആ ക്യാരക്ടറിന് വിഷമം മുടിയില്ല എന്നത് മാത്രമേ വിഷമം തോന്നുന്നു. അതായത് മുടിയില്ല, അവന് ബാക്കിയുള്ളവർ കളിയാക്കുന്നുണ്ട്. അപ്പോൾ അതായത് അവൻ സ്വന്തം ഒരു ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി അവൻ ഇതെങ്കിലും അവന് കഴിയാവുന്ന സാധനം അവൻ ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കും ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ അതായത് ഒരു കുട്ടി 2-3 വയസ്സുള്ളൊരു കുട്ടി, അതിന് ക്യാൻസർ പേഷ്യൻ്റ് ആ കുട്ടി. അപ്പോൾ അതിന് മുടിയെല്ലാം ഇല്ല ആ കുട്ടീനെ. അപ്പോൾ ആ കുട്ടിയുടെ ഓർമ്മയിൽ ആ കുട്ടിക്ക് മുടിയില്ല. അപ്പോൾ ആ കുട്ടി ചുറ്റുപാട് നോക്കുമ്പോൾ എല്ലാവർക്കും മുടിയുണ്ട്. അപ്പോൾ അതതിൻ്റെ അമ്മേനോട് ചോദിക്കും, അമ്മ എല്ലാവർക്കും മുടിയുണ്ടല്ലോ, എനിക്ക് എന്തേ മുടിയില്ല എന്നുള്ളത്. പിറ്റേ ദിവസം അമ്മ പോയിട്ട് ഷേവ് ചെയ്ത് കളയും. അവരവരുടെ മുടി മുട്ടയടിച്ച് കളയും. ഞാനോടത്ത് അങ്ങനെ ഞാൻ ഇതിനോട് റിലേറ്റ് ഫ്രണ്ട്സ് ഏരിയ തന്നെ ധാരാളം ഉണ്ട്.
ഈ ക്യാൻസറായിട്ട് വരുന്നവരിൽ നമ്മൾ സൗഹൃദങ്ങളിലുള്ളവർ മുട്ടയടിച്ച് ബൻഡാന കെട്ടി ഒരുമിച്ച് നടക്കലൊക്കെ അവരും ഈവൻ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആംഗിളിൽ അതിനെ ചിന്തിച്ചു പോയി. പക്ഷേ ഹാരോൾഡിന് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ പിൻവലിച്ചു. ആസ്വാദകൻ്റെ ഇതിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാമല്ലോ. ഹെറോൾഡ് റിവ്യൂ അറിഞ്ഞല്ലോ, ഇനി മാർക്ക് അറിയണ്ടേ? അതിന് മുന്നേ ഒരു മാർക്ക് ഇടണം. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കാം. ഓക്കെ, ഷിബു സാർ, ഹെറോൾഡിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ മാർക്ക് അറിയാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഹെറോൾഡ് പറഞ്ഞു ഇത് കൊച്ചുകുട്ടികളുടെ സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഇത്രയും കൂടി വലിയ ഒരു കുട്ടിയെടുത്ത്, അപ്പോൾ അവർക്ക് ചേർന്ന ഒരു ചെറിയ മാർക്ക്. അപ്പോൾ ആ കോൺസെപ്റ്റിൻ്റെ ഇതിൻ്റെ അകത്തെല്ലാം എനിക്ക് തോന്നുന്നു എന്താ ഹെറോൾഡിന് തന്നെ ആ ഒരു വ്യക്തത കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം എവിടെയാണ് സ്ട്രെസ് ചെയ്യേണ്ടത്? ഇവരെ സൗഹൃദത്തിലാണോ അതോ സൗഹൃദത്തിന് കാരണമായത് ക്യാൻസറാണോ എന്നൊക്കെയുള്ള ഒരു എത്ര ദിവസം ഈ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും? അത് ഞാൻ കുറേ വർക്ക് ചെയ്തായിരുന്നു. കാരണം കുട്ടികളെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അല്ലെ കഥയിൽ തന്നെ കുറേ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഞാൻ ആ സൗഹൃദത്തിലേക്ക് ഊന്നാൻ വേണ്ടി കുറേ ചേഞ്ചസ് വരുത്തിയായിരുന്നു. പിന്നെ കുട്ടികളെയും വെച്ച് ഒരു ക്ലാസ്സിൽ 54 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരെയും വെച്ച് ചെയ്യാനായിട്ട് കുറേ നാളത്തെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും അങ്ങനെ. ഇത് എത്ര ദിവസത്തെ ഷൂട്ടിങ്? ഇത് 2.5 ദിവസം. എന്തായാലും എന്താ കോൺസെപ്റ്റിന് 5 മാർക്സാണ് 10ൽ ഇതാക്കുന്നത്. ഫോട്ടോഗ്രാഫി 6, എഡിറ്റ് 6, ഓഡിയോ 5, പെർഫോമൻസ് കുട്ടികളെ കൊണ്ട് അതിൽ ഏറ്റവും ടഫായിട്ട് ഉള്ള ഒരു സെക്ഷനാണ് ഈ കുട്ടികളെ കൊണ്ട് പെർഫോം ചെയ്യിക്കുക. അപ്പോൾ അതിന് കാണിച്ച ഒരു അസാമാന്യ, കാരണം കുട്ടികളെ പെർഫോം ചെയ്യിക്കുക ഒട്ടും എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഡയറക്ഷന് 24ഉം ടോട്ടൽ ടെക്നിക്കൽ സെക്ഷന് 28ഉമാണ്. അങ്ങനെ ടോട്ടൽ മാർക്സ് 52 ആണ്. എന്തായാലും മോശപ്പെട്ട മാർക്കല്ല. അപ്പോൾ കൺഗ്രാജുലേഷൻ. ഇനിയുള്ള ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ശ്രദ്ധയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി കുറച്ചും കൂടി വലിയ സിനിമ എടുക്കാം. അവൻഗാർഡിൻ്റെ ഈ എപ്പിസോഡിൽ സ്ക്രീൻ ചെയ്ത ഷോർട്ട് ഫിലിം ഹെറോൾഡ് ആൻ്റണി പോൾസൺ സംവിധാനം ചെയ്ത മൊട്ട. ജഡ്ജസ് കൊടുത്തിരിക്കുന്ന മാർക്ക് 52 ഔട്ട് ഓഫ് 100. ഇനി നിങ്ങൾ പ്രേക്ഷകരുടെ മാർക്ക് ഔട്ട് ഓഫ് 10 എത്രയാണെന്ന് മീഡിയ വണ്ണിൻ്റെ വെബ്സൈറ്റ്, ഇമെയിൽ ID, ഫേസ്ബുക്ക് പേജ് ഇതിലൂടെ ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ, ടാറ്റാ.